നമസ്കാരം. ഈ അധ്യായത്തിലൂടെ അതിവിശേഷപ്പെട്ടതായ തൊടുകുറിയെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം രാധാകൃഷ്ണ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം ശിവപാർവതിമാരുടെ ചിത്രമാണ്, പാർവതി പരമേശ്വരന്മാരുടെ ചിത്രമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റായി രേഖപ്പെടുത്തി വന്ധിക്കൂ. ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ചില മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നൊരു സാഹചര്യം കാണുവാൻ സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ ഒരു ആത്മബലം, ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നൊരു ബോധ്യമുണ്ട്. കാരണം നിങ്ങൾ പല കാര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരായി തന്നെ പരാമർശിക്കാം. അത് സാധിക്കുമോ എന്ന സംശയം നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ധൈര്യം, തൻ്റെ ഇടം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാനായി പോവുകയാണ്. പല കാര്യങ്ങളും പ്രത്യേകിച്ചും പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എങ്കിലും ചില കാര്യങ്ങളിൽ ഇന്നും തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളിൽ പലരും എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത, പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങളോ വ്യക്തതയോ ലഭിക്കാത്തതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ പോസിറ്റീവായ ഊർജം അത് നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നെഗറ്റീവായ ചിന്തകൾ മനസ്സിനെ കീഴടക്കുകയോ നെഗറ്റീവായ പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് പോസിറ്റീവായ ഊർജം നിറയുന്നതിനുള്ള ചില സാഹചര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. നിസ്സഹായാവസ്ഥ തന്നെയാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ളത്. അതിൽ നിന്നും ഒരു മാറ്റമോ ഒരു പുതിയ ഊർജമോ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. നിവൃത്തികേടുകൊണ്ട് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഒരേ ജോലി, ജീവിതം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഒരു വിഷമമോ അല്ലെങ്കിൽ മടുപ്പോ ഉണ്ട്. എന്നാൽ ഒരു പുതിയ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. അതിനുള്ള അവസരങ്ങൾ കടന്നു വരാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും മാറ്റങ്ങൾ പ്രകടമാവുകയോ ചില കാര്യങ്ങൾ വിട്ടുകളയുവാൻ തയ്യാറാകുന്ന സാഹചര്യമോ ജീവിതത്തിലുണ്ട്. വളരെയധികം സ്നേഹം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്ന സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നതും വാസ്തവമാണ്. ഏറ്റവും മനോഹരമായ തരത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന് തന്നെയാണ്. അതിന് സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ്. ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരാവുന്നതാണ്. ഒന്നിലധികം അവസരങ്ങൾ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുവാൻ സാധ്യത കൂടുതലാണ്. ജോലിക്കായി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം.
പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യവും ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും മികച്ച അവസരം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും അത് നടക്കാത്തതായ സാഹചര്യം പോലും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ നിർത്തി വച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ പുനരാരംഭിക്കുവാനോ ചില കാര്യങ്ങളിൽ കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുവാനോ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. വീണ്ടും ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ നല്ല ഫലങ്ങൾക്ക് കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഈ സമയം സാധിക്കും. ധൈര്യം നിങ്ങൾക്ക് കൃത്യമായി പ്രയോജനപ്പെടുന്ന സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം. ഈ സമയം സ്വയം വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. വിശ്വാസം അർപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വ്യക്തമായ ധാരണ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് സത്യസന്ധമായി തന്നെ നിലനിൽക്കുവാനും പല കാര്യങ്ങളും വിലയിരുത്തി അതിജീവിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും ഒരു കൃത്യമായ തീരുമാനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത് സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരം ഒരു വ്യക്തികളല്ല നിങ്ങൾ എന്നതാണ് വാസ്തവം. വിഷമിപ്പിക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ വളരെയധികം സങ്കടപ്പെടുന്നവരാണ് എന്ന് പറയാം. മുന്നോട്ടുള്ള ജീവിതം അത് എപ്രകാരമായിരിക്കണം എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നത്. പലതും പല രീതിയിലും നിങ്ങൾക്ക് എതിരായി പോകുന്ന സാഹചര്യമുണ്ട്. ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും തിരിച്ചടികളോ വിഷമങ്ങളോ നേരിട്ടിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഇതെല്ലാം അതിജീവിച്ച് പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാനുഗ്രഹം ഈശ്വര കടാക്ഷം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പല അത്ഭുതകരമായ കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം. ഈ സമയം ഈശ്വരൻ തന്നെ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങളെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മറ്റുള്ളവരുടെ നന്മ മുതലെടുക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അവർക്ക് ഉടനെ തിരിച്ചടി വന്ന് ചേരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എങ്കിലും അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ സമയം സ്വാതന്ത്ര്യം ഇല്ലാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. അനാവശ്യമായ ചിന്തകളെ അകറ്റി പോസിറ്റീവായ ചിന്തകൾ മാത്രം മനസ്സിൽ നിറയ്ക്കേണ്ടത് അനിവാര്യമാണ്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളായി അത് മാറുകയും ചെയ്യാം.
മറ്റുള്ളവർ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യതയോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ്. ഈ സമയം വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാവുകയും ഇത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് രൂപപ്പെടുകയും ചെയ്യാം.